ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ് എനിക്കും സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. മാഷാ അല്ലാഹ് ഞാൻ വരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വേണ്ട നമ്മുടെ വീട് എൻ്റെ ബാക്ക് ക്യാമറ ക്ലിയർ ഇല്ല, അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുത്തു. അപ്പോൾ നമ്മുടെ കിച്ചണാണ് കേട്ടോ, കാണുന്നുണ്ടോ? കിച്ചണ് ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എൻ്റെ കൈ കടയണോ? ഇതിൻ്റെ എന്ത് പറയണോ? പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പുതിയ കൂട്ടുകാരുണ്ട്, ഒരുപാട് പേര് എപ്പോഴും കമൻ്റ് അയക്കണ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് ഒത്തിരി സന്തോഷമുണ്ട്. വാച്ചവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോസ് ഇടാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കിയും താത്തിയൊക്കെ കിടക്കുന്ന ബെഡ്റൂം കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ സാധനങ്ങളാട്ടോ. ഒരു പെട്ടി പൊട്ടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതിലാണ് നമ്മൾ കിടക്കണത് കേട്ടോ. ഞാൻ കിടക്കണ ബെഡാണ് കേട്ടോ. ഇത് ഇവിടുത്തെ 2 കുട്ടികൾ കിടക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ പെട്ടി കേട്ടോ. പെട്ടിയൊന്നും അതേപോലെ തന്നെ ഇറക്കിയിട്ടില്ല, കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടിട്ട്. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ചിങ്ങിന് മെഷീൻ വാങ്ങിച്ചാൽ ഈ ഒരു ഏരിയയിൽ ഇത്രയും പോകുന്നൊരു ഭാഗത്ത് ഇടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വൈകാതെ സ്റ്റിച്ചിങ്ങിൻ്റെ മെഷീൻ വാങ്ങിക്കണതാണ്. നാട്ടിൽ ഒരു 5-8 എണ്ണം അവിടെ പൊട്ടിക്കാണ്ട് ഇരിക്കുന്നുണ്ട് മെഷീന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു തയ്യൽ മെഷീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കെഞ്ചി നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ തൽക്കാലം ഒരു സെക്കൻഡ് ഹാൻഡ് മതി. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഈ മലാസ് ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ എങ്ങനെയെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക. പുതിയത് വേണ്ട, എന്തായാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും വേണ്ട, പുതിയ മെഷീനൊന്നും വേണ്ട. പിന്നെ നമ്മുടെ അവിടുത്തെ മാതിരിയല്ല കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ മുറ്റുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് തുണികൾ തോരിട്ടിട്ടുള്ള. നാട്ടിലത്തെ പോലെ തന്നെ എനിക്ക് ഇവിടെ ഉണ്ട് ഒരു പൂച്ച. ആള് നല്ല സ്നേഹമാണ്, കുട്ടികളെ കൊണ്ടൊക്കെ നേരം കളിച്ചോണ്ട. പിന്നെ വേറെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. എന്താ പറയണോ, വേറെ വീഡിയോ എടുക്കാനോ എന്താ പറയുക ഒന്നിനും തോന്നണില്ല. പിന്നെ മൊത്തത്തിൽ കാലാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് ആകെ എന്തൊക്കെ പോലെ ശരീരം മുഖമൊക്കെ മുളിഞ്ഞ് ആകെ കേടിയായിരുന്നു. മുഖത്ത് കൂടെ നിറയെ പിമ്പിൾസ് വന്നിരിക്കണം. തലയിൽ നിറയെ താരമുണ്ട്. തലയിൽ താരം വന്നാൽ മുഖത്ത് കൂടെ പിമ്പിൾസ് വരും. പിന്നെ വേറെന്തുവാ? അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എൻ്റെ മുടി കണ്ട അതിനാ കരാകുള്ളത്. മുടി മറക്കുക എന്ന് പറയുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കണം. പിന്നെ വേറെന്തുവാ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഷോപ്പ് ഞാൻ പോന്നിട്ട് എൻ്റെ താത്തയും എൻ്റെ മൂത്താപ്പാൻ്റെ ഒരു മോളും പാടെ കുറച്ച് ദിവസമൊക്കെ
ആ ഒരു 12 ദിവസം അവരതിൽ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാണ് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ മാമൻ്റെ ഒരു മോള് ചെന്നിട്ട്, ഒരു മോളല്ല കേട്ടോ, മാമൻ്റെ 2 മക്കൾ ചെന്നിട്ട് അവർ കുറേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയുന്ന ആളുകളോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു സഹായം ചെയ്തു. എല്ലാവർക്കും പുറത്ത് ഈ ചിരിച്ച് കാണുന്നതൊന്നുമല്ല കേട്ടോ ഞാൻ. എല്ലാവർക്കും ഉള്ളും കൊണ്ട് എന്താ പറയുക, വീട്ടിൽ ജപ്തി നോട്ടീസ് അടക്കം വന്നിട്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ നിങ്ങളുടെ മുന്നിലൊന്നും വരാനോ സംസാരിക്കാനോ ഒന്നൊരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നിട്ട് അതിലൊരു ഏണിങ്സ് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ചാനലൊന്നും അല്ലാണ്ടാക്കിയ പോലെ ആയി. അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ഇടാത്തതുകൊണ്ടും അതേപോലെ എന്തെങ്കിലും ചെറിയ റീൽസ് എന്തെങ്കിലും എടുത്തിട്ട് അതല്ലെങ്കിൽ വല്ല പഴയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ റീൽസ് ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നണില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവരും എൻ്റെ അടുത്ത് പറയും കരയണ്ടെന്ന്, കരയാതെ വരുമുണ്ടോയെന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരയിച്ചെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഞാൻ ചിരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ്. പിന്നെ മക്കളൊക്കെ 2 ആളും ഇപ്പോൾ ആദ്യം മൂത്താൾ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ടൂർ പോയി വന്നു. ഇപ്പോൾ 2ാമത്തെ ആളും പോയി വന്ന് അവരങ്ങനെ സന്തോഷത്തിലാണ്. നമ്മൾ അജുമോൻ്റെ കാര്യത്തിലുള്ള കുറച്ച് വിഷമങ്ങൾ, അവനക്ക് കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അവന് സ്കൂളിൽ പോകണം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വല്യമ്മ ഞാൻ പോരുമ്പോൾ മുട്ടിക്കുളങ്ങര അവനെ മറ്റേ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മുട്ടിക്കുളങ്ങരയും കൂടെ ഇറങ്ങിയിട്ട് കാണിച്ചിട്ട് അവിടുത്തെ കുഴമ്പ് ഉണ്ടാവുമല്ലോ, എണ്ണ പറയുമല്ലോ, എണ്ണ കൊടുന്നിട്ട് അത് വല്യമ്മ തേച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് ഫിസിയോതെറാപ്പിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ഇപ്പോൾ ഫിസിയോതെറാപ്പി പോയി ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മെഷീന് കിട്ടിയിട്ട് അത് നമ്മൾ വീട്ടിൽ കൊടുന്ന് ചെയ്യണം. അപ്പം ഞാനുണ്ടെങ്കിൽ എനിക്ക് വണ്ടിമ്മ കൊണ്ടുപോയി കൊണ്ടുവരലും വരലൊക്കെ. അതിപ്പം ഉമ്മാനെ കൊണ്ടതൊന്നും എന്തായാലും സാധിക്കൂല. പിന്നെ ഇപ്പോൾ ഡെയിലി വണ്ടി എടുത്ത് പോകലും വേറുള്ളതൊന്നും നടക്കൂല. അപ്പോൾ ഡെയിലി എന്തായാലും കൊണ്ടുപോയി കൊണ്ടുവരലൊന്നും നടക്കുന്നുണ്ടാവില്ല. ഞാനുണ്ടെങ്കിൽ എത്ര ആയാലും ഗതിയിട്ടിട്ടായാലും വേണ്ടില്ല ഞാനത് ചെയ്യായിരുന്നു എന്നതാ. പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നാടും വീടൊക്കെ വിട്ട് പോന്ന് വീണ്ടും പ്രവാസത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്താണ് ജോബ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോബ് അതന്നെ, നമ്മുടെ സ്റ്റിച്ചിങ് തന്നെയാണ്. അപ്പോൾ മെഷീൻ വാങ്ങിച്ചിട്ടില്ല. വേറെ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി തയ്ച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് മെഷീൻ വാങ്ങിക്കുക, എത്രയും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ ഈ മലാസ് പരിസരത്ത് ആരെങ്കിലുമൊക്കെ മലയാളീസോ അല്ലാന്നുണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന് കൊടുന്ന് തരിക. ഞാൻ വൈകാതെ എൻ്റെ ഇവിടുത്തെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യാം. പിന്നെ വേറെന്താ പറയുക, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയാലോ ഇവിടെ വന്നിട്ട്. ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കാനും അതല്ലെങ്കിൽ നെഗറ്റീവ് പറയാനും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് നല്ലത് പറഞ്ഞു തരാനും ഒത്തിരി പേരുണ്ട്. അൽഹംദുലില്ലാ, എന്താ പറയുക, പടച്ചോൻ്റെ ഒരു തീരുമാനമല്ലാതെ നമ്മൾ 2ാം വരി ഇവിടെ എത്തൂല കേട്ടോ. റബ്ബിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ് വീണ്ടും ഞാൻ ഈ മണ്ണിലെത്തിയിട്ടുള്ളത്. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞ് തളർത്തിയാലും പടച്ചോൻ വിചാരിക്കാതെ തളരൂല കേട്ടോ. പിന്നെ എന്താ പറയുക, ഈടായിട്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് എൻ്റെ കൂടപ്പിറപ്പിങ്ങളായാലും അവരും ഈ പറഞ്ഞ പോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ താത്തയ്ക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് അവളെ വീട്ടിൽ അല്ലെങ്കിൽ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ഒരു ലോകമായിരുന്നു അവളത്. അപ്പോൾ അളിയാക്കാൻ്റെ അടുത്ത് ചോദിച്ചിട്ട്
ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒന്ന് അവിടെ പോയി നിൽക്കട്ടെ, എങ്ങനെയെങ്കിലും അത് വിറ്റിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ പറഞ്ഞിട്ട് അവൾ വന്ന് കുറച്ച് ദിവസമൊക്കെ അവളും വേറെ എൻ്റെ മൂത്താപ്പാൻ്റെ അവരും രണ്ടാളും എൻ്റെ ജ്യേഷ്ഠത്തികളാണ്. അപ്പം അവർ രണ്ടാളും വന്നിട്ട് കട തുറന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെ വെച്ചെങ്കിൽ മിനിറ്റിന് എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ IMOയിലോ മെസ്സേജ് അയക്കും. ഇതിന് എന്താ റേറ്റ്, ഇതിന് എത്രക്കാ കൊടുക്കണ്ടേ, എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്ന് ചോദിച്ചറിഞ്ഞ് അവൾ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് കുറേയൊക്കെ അവൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളിയക്കാൻ്റെ അടുത്ത് അവളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു 30-ാം തീയതി വരെ ഞാൻ പോട്ടെ എന്ന്. അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഇപ്പോൾ 30-ാം തീയതി ആയിട്ട് അവൾ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു മാസം കൂടെ എന്താ ബിൽഡിംഗ് ഓണറും തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഒരു മാസം കൂടെ പൊയ്ക്കോളിയും പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെയും കൂടെ നോക്കുന്നുണ്ട്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുനടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒക്കെ പഠിച്ചവൻ്റെ കൽപ്പന പ്രകാരം തന്നെ ഉള്ള ഏരിയ പറയില്ലേ, അത് തീരുമാനിച്ചിട്ടുണ്ടാവും. നന്നാവാനും കേടുവരാനും എല്ലാതും നമ്മളെ കൊണ്ട് ശ്രമിച്ച് നോക്കണുണ്ട് ഞാൻ. എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റണതും അതിലങ്ങേപ്പുറം ഞാൻ എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചവൻ കൈവിടൂല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെന്താ പറയുക, മക്കള് നാട്ടിൽ ആ ഒരു ഇടങ്ങേറ് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് റബ്ബല്ലേ വലുത്, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറെപ്പം എന്താ, അതിനിടയിൽ എന്തോ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെന്താ, വീട്ടിൽ നിന്ന് പോന്നിട്ട് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വാച്ച് അവറും വ്യൂസും എല്ലാം കമ്മിയായി. എല്ലാം ഞാൻ ഉറുമ്പ് ഒരുക്കൂട്ടണ പോലെ ഒരുക്കൂട്ടി കൊണ്ടുവരികയായിരുന്നു, അതെല്ലാം പോയാച്ച്. പിന്നെ ഇനി എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ പറയണുള്ളൂ. എന്തൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞു അല്ലേ, അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾക്കറിയാലോ ഞാൻ എന്താന്നുള്ളത്. എനിക്കിങ്ങനെ കൂടുതൽ ഒന്ന് പറയണ്ടൊന്നും പറയാൻ വയ്ക്കൂല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ എന്നെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം പോയി. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, സത്യമായിട്ടും എന്തൊക്കെയേ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. വേറെ ഇപ്പം എന്താ ഇനി പറയാനും. അപ്പോൾ ഇവിടെ എനിക്ക് സുഖമാണ് കേട്ടോ. എന്തായാലും ഈ മക്കളോടൊക്കെ മിണ്ടി പറയുമായിരിക്കും ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മക്കളില്ലാത്തത് കൊണ്ട് അതിൻ്റെ വിഷമങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ എന്നാലും അവിടുത്തെ അത്ര സങ്കടമല്ല കേട്ടോ. അവിടുന്ന് ഏത് നേരം ഞാൻ കരച്ചിലല്ലായിരുന്നു, ആ ഒരു സങ്കടമല്ല. ഇവരൊക്കെ ആയിട്ട് മിണ്ടി പറയുമ്പോൾ നമുക്ക് ഒരു സമാധാനമുണ്ട്. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും എൻ്റെ മാമൻ്റെ മോള് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിൽ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് കുറച്ചൊക്കെ സാധനങ്ങൾ വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റ് തരാമെന്ന് വെച്ചാൽ തന്നെ അവൾക്ക് അറിയുന്ന അവളുടെ ഫ്രണ്ട്സുകളെ കോണ്ടാക്ട് ചെയ്തിട്ടും ഇതായിട്ടും അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർ വേണമെന്ന് പറയുകയെങ്കിൽ ഇതാവാൻ ഞാൻ റേറ്റ് കമ്മിയാക്കിയിട്ട് ചുരിദാർ ബിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ പോണില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം എന്തായാലും റബ്ബിൻ്റെ തീരുമാനം ഉണ്ടാവൂലേ, ഷോപ്പ് ഇടാനും ഷോപ്പ് തുടങ്ങാനും ഷോപ്പ് വിജയിക്കാനും. നമ്മളെക്കാട്ടും വലിയ ആൾക്കാർ ഷോപ്പ് ഇട്ടിട്ട് പൊട്ടിപ്പാളീസാണുണ്ട്. പിന്നെ പണ്ടോ ഞാൻ. അപ്പോൾ നന്നാവാനും കേടിയിരുത്താനൊക്കെ റബ്ബന്നല്ലേ. എന്തായാലും ഇവിടം വരെ എത്തിച്ചില്ലേ. അപ്പോൾ അതും തന്നെ ശ്രമിച്ചതുകൊണ്ടല്ലേ പരാജയപ്പെടുത്തിയതും പരിശ്രമിച്ചതും എല്ലാം. അപ്പോൾ ഇനി അതേപോലെ എന്തായാലും തോൽക്കാൻ തയ്യാറല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ നമ്മുടെ മിന്നുക്കുട്ടി ഉണ്ട് ഇവിടെ. മിന്നൂസേ, ഇപ്പം ഇതാട്ടാണ് മിന്നൂസ്. ഒരു ഹായ് കൊടുത്ത. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വേറെന്തുവാ, വേറെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശരി എന്നാ, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ മനസ്സ് ശരിയല്ല. സന്തോഷമുണ്ട്, നിങ്ങളുടെ മുന്നിൽ ചിരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, ഉള്ളുകൊണ്ട് കരഞ്ഞാലും. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.